ലഹരിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള പ്രസ്ഥാനത്തിന് പുതിയ കരുത്ത്. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടന്ന ഫ്രീഡം കോതമംഗലം പരിപാടി സ്ത്രീകളുടെ കൂട്ടായ്മയുടെ പ്രതിജ്ഞയായി മാറി. ലഹരിരഹിത ജീവിതത്തിനായി സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ കുതിപ്പ് സർക്കാരിന്റെ മൗനം ചോദ്യം ചെയ്യുന്നു. കോതമംഗലത്തെ നഗരമധ്യത്തിൽ നടന്ന ഈ ബോധവൽക്കരണ റാലിയിലും സദസ്സുകളിലും നൂറുകണക്കിന് സ്ത്രീകളും യുവാക്കളും പങ്കെടുത്തു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ഒരു ജനകീയ കൂട്ടായ്മയാണ് എൻ്റെ നാട്. ഒത്തിരിയേറെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ ജനനന്മ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് എൻ്റെ നാട്. അതിൻ്റെ ചെയർമാൻ ശ്രീ ഷിബു തെക്കുംപുറമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വനിതകളുടെ ഒരു വിങ്ങാണ് വനിതാമിത്ര. വനിതാമിത്രയുടെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങളൊരു ഫ്രീഡം റാലിയാണ്. ശരിക്കും കോതമംഗലത്തിനെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കുക, ഫ്രീഡം കോതമംഗലം എന്ന ഒരു കൺസെപ്റ്റോട് കൂടിയാണ് ഞങ്ങൾ ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. വനിതാമിത്രയുടെ കോതമംഗലം നിയോജകമണ്ഡലം സെക്രട്ടറിയാണ് ഞാൻ. അപ്പം ഞങ്ങളൊരു നല്ല ഉദ്ദേശത്തോടു കൂടി കോതമംഗലത്തിന് ലഹരി വിമുക്തമാക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങളിന്ന് ഈ നിരത്തിലൂടെ ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് തോറുമെത്തി ലഹരി വിടൂ ജീവിതം പിടിക്കൂ എന്ന സന്ദേശം അവർ പകർന്നു. വേദിയിൽ നടി മാലാ പാർവതി പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, ലഹരി ഉപയോഗം വ്യാപകമായിട്ടും അധികാരവർഗം കണ്ണടക്കുന്നത് അപകടകരമായ അന്തരീക്ഷം സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണെന്നും അതിന് മാറ്റം വരുത്തുവാൻ കലാ കായിക വിനോദം എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കണമെന്നുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഈ മാർച്ച് നടത്തിക്കൊണ്ട് കേരളത്തിന്റെ എന്നല്ല ഈ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ നിങ്ങൾ പിടിച്ചു വരുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കിതൊരു പ്രശ്നമാണ്, ഇതിന് പരിഹാരം വേണമെന്ന് നമ്മൾ ഉച്ചത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ നിമിഷം. എന്താണ് നമ്മളെ കാർന്നു തൊന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? പണ്ടും ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കുമായിരുന്നല്ലോ. ശരിയാണ്, ആൾക്കാർ കള്ളുകുടിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ ഒരു പിടുത്തം വിടും. പിറ്റേ ദിവസം തലേന്ന് കാണിച്ച ബഹളമൊന്നും ഉണ്ടാവില്ല. കുറച്ച് സമാധാനമായിട്ട് പിന്നെയും കുറച്ച് സമയമെങ്കിലും കിട്ടും. കുടി 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 എന്ന് സ്ത്രീകൾ എല്ലാ കാലത്തും പരാതി പറഞ്ഞാൽ പോലും പിന്നെയും കുറച്ചെങ്കിലും നല്ല സമയം ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ മയക്കുമരുന്ന് അങ്ങനെയല്ല. ഒരിക്കൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അത് ഏത് തരത്തിലുള്ള മയക്കുമരുന്നാണെങ്കിലും അത് അഫക്റ്റ് ചെയ്യുന്നത് ജീവിതകാലത്തേക്ക് ഒരു വ്യക്തിത്വത്തിലേക്ക് മുഴുവനായിട്ട് മാറ്റിക്കൊണ്ടാണ്. ഒരാളുടെ തലച്ചോറിനെ അത് പൂർണ്ണമായും മാറ്റിക്കൊണ്ടാണ് അവർക്ക് സ്വബോധം നഷ്ടപ്പെട്ട് ഭൂമി പുറത്തല്ലാത്ത ഒരു വ്യക്തിത്വമായി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ലഹരി. മാലാ പാർവതിയുടെ ഈ വാക്കുകൾക്ക് പിന്നാലെ വേദിയിലുണ്ടായ കയ്യടി ഈ പ്രസ്ഥാനത്തിന് എത്രത്തോളം ജനപിന്തുണയുണ്ടെന്നതിന്റെ തെളിവായിരുന്നു. നമ്മുടെ നാട് ഒരു പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം കോതമംഗലത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യവും എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് എന്റെ നാട് ജനകീയ കൂട്ടായ്മ തുടക്കം കുറിക്കുന്നത്. അതിന് സന്ദേശവുമായി ഇന്ന് ആയിരക്കണക്കിന് സഹോദരിമാർ, സ്ത്രീകൾ പങ്കെടുത്ത റാലിയാണ് കോതമംഗലത്ത് നടന്നത്. ഞങ്ങൾ എന്ത് വില കൊടുത്തും കോട്ട കെട്ടി മയക്കുമരുന്നിൽ നിന്നും കോതമംഗലത്തെ രക്ഷിക്കുമെന്നാണ് ഇവിടെ പ്രതിജ്ഞ ചെയ്തത്. തീർച്ചയായും എല്ലാവരുടെയും വലിയ പിന്തുണയോടുകൂടി, പ്രത്യേകിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും വലിയ നേതൃത്വത്തോടുകൂടി ഈ പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയും വിവിധ സ്കൂളുകള്, കോളേജുകള്, ക്ലബ്ബുകൾ, അതോടൊപ്പം തന്നെ വിവിധ സഹകരണ സൊസൈറ്റികൾ എല്ലാവരുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും വലിയ പിന്തുണയോടുകൂടി ഈ നാടിനെ മയക്കുമരുന്ന് ലോബിയിൽ നിന്നും രക്ഷിക്കുവാനുള്ള ഒരു വലിയ പ്രതിജ്ഞ നമ്മൾ ഇന്ന് എടുക്കുകയും. പിണറായി സർക്കാരിന്റെ നിലപാടും ഈ ഒരു കൂട്ടായ്മയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ലഹരി നിയന്ത്രണത്തിനായി കടുത്ത നടപടികൾ വേണമെന്ന് സമൂഹം ആവശ്യം ഉന്നയിക്കുമ്പോഴും സർക്കാർ മൗനമായിരിക്കുന്നു. അവിടെ ബിവറേജസ് കോർപ്പറേഷന്റെ ലാഭം മുൻഗണനയാക്കുന്ന നിലപാടാണ് അധികാരത്തിന്റെ മുഖം വെളിപ്പെടുത്തുന്നത്. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള വനിതാമിത്ര എന്ന വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ റാലി നടത്തുന്നത്. ലഹരി വിരുദ്ധ റാലിയാണ്. കേരളപ്പിറവി ദിനത്തിൽ ഇവിടുത്തെ അമ്മമാരാണ് ഇന്ന് ഈ റാലി നയിക്കുന്നത്. ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ ലഹരി ഉപയോഗം, രാസലഹരിയുടെ ഉപയോഗത്തെ അതിനെതിരായിട്ട് അതിന്
ജനങ്ങളെ ബോധവൽക്കരിക്കാനും മറ്റുള്ള ഇതിനു വേണ്ടിയിട്ട് ജനശ്രദ്ധ ആകർഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റാലിയാണ് ഇന്ന് നടക്കുന്നത്. യുവതലമുറ ലഹരിയുടെ കുരുക്കിൽപ്പെടുമ്പോൾ ഭരണകൂടം കണക്കുകൾ കൂട്ടിയാണ് ആശ്വസിക്കുന്നത്. അതേസമയം കോതമംഗലത്തിലെ ഈ വനിതാ കൂട്ടായ്മ യാഥാർത്ഥ്യ പോരാട്ടം തെരുവിലിറങ്ങി നയിക്കുന്നു. എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരം രാസലഹരിക്കുള്ള പോരാട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. രാസലഹരിയെ ഇല്ലാതാക്കൂ, ജനങ്ങളെ രക്ഷിക്കുന്ന മുദ്രാവാക്യം എത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം, ഈ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് അമ്മമാരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ജനങ്ങളുടെ നിലവിളിയെ സർക്കാർ കേൾക്കാത്തിടത്ത് സ്ത്രീ ശക്തി മുന്നോട്ട് വരുന്ന ചിത്രമാണത്. കോതമംഗലത്തെ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിനമാണ് നവംബർ 1. കാരണം സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഒരു ലഹരിയിലൂടെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിന് ഒരു ഫലം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ സ്ത്രീകളും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. കാരണം സ്ത്രീകൾ സമൂഹത്തിൽ ദുഃഖം അനുഭവിക്കുമ്പോഴും ഈ ലഹരി മാഫിയകൾ അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായവർ കുടുംബത്തെ അല്ലെങ്കിൽ നാടിനെ സമൂഹത്തിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോതമംഗലത്തിലെ ഓരോ സ്ത്രീകളും അതിനോട് ഇഞ്ചോടിഞ്ച് പോരാടുന്നു എന്നാണ് ഈ ഒരു സ്ത്രീ സമൂഹത്തെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം സന്തോഷമുണ്ട്, ഇത്രയും സ്ത്രീകൾ വേദനയിലൂടെ കടന്നു വരുമ്പോൾ അവർക്കൊരു ആശ്വാസമായി എൻ്റെ നാട് നിൽക്കുന്നു എന്നുള്ളതിലും അഭിമാനവും അതോടൊപ്പം സന്തോഷവും തോന്നുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഞങ്ങൾ ഈ ലഹരിക്കെതിരെ മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഫ്രീഡം കോതമംഗലം ലഹരിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി പുതിയ തലമുറയെ രക്ഷിക്കാനുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇനി ഒരു നഗരപരിധിയിൽ ഒതുങ്ങുന്നില്ല. കേരളത്തിന്റെ എല്ലാ മൂലയിലേക്കും പടരുകയാണ് ഈ പ്രതിജ്ഞ.